ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തോമസ് പാറ്റ യൂണിവേഴ്സിറ്റിയാണ്. ഇത് പറഞ്ഞാൽ നമ്മൾ റിയാസ്കിയാണിത്. മൂപ്പരാള് ഇവിടെ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. അപ്പോൾ മൂപ്പരാളെ നമ്മൾ ഇന്ന് ഇൻവൈറ്റ് ചെയ്ത് നമുക്ക് യൂണിവേഴ്സിറ്റിയും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരാം, ഫാക്കൽറ്റീസ് എങ്ങനെയാണെന്ന് പരിചയപ്പെടുത്തി തരാം, കാര്യങ്ങൾ പറഞ്ഞിട്ട്. ആള് ഇവിടെ, നിങ്ങൾ നാട്ടിലെവിടെയായിരുന്നു? ഞാൻ കണ്ണൂർ. നാട്ടിൽ കണ്ണൂരാണ്, നമ്മുടെ സ്വന്തം ആളാണ്. അപ്പോ ഇതാണ് തോമസ് പാറ്റ യൂണിവേഴ്സിറ്റിന്റെ ഒരു മെയിൻ എൻട്രൻസ് അല്ലേ? ഇതല്ലേ ലൈബ്രറി ബിൽഡിംഗ് കാര്യങ്ങളും നല്ല അടിപൊളി. കൂടുതൽ ഇന്റർനാഷണൽ കാര്യങ്ങളൊക്കെ മീൻസ് ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ഒരു ബിൽഡിങ്ങിലാണ്. ഇതാണ് ഈ ഒരു ബിൽഡിങ്ങിന്റെ മൊത്തം ഒരു സ്ട്രക്ചർ. ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് റിയാസിക്ക വഴിയെ പറഞ്ഞു തരും, എങ്ങനെയാണ് കാര്യങ്ങൾ ബാറ്റ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ. നമുക്കിനി റിയാസ് ഖാന്റെ ഫാക്കൽറ്റി പോയിട്ട് കാര്യങ്ങൾ, റിയാസ്ക ഇവിടെ സ്റ്റുഡന്റ് ആണ്. അപ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് റിയാസ്ക്ക് നമ്മളിവിടെ ലീവ് എടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങൾ ഫാക്കൽറ്റീസ് എങ്ങനെയാണ് കാര്യങ്ങൾ എങ്ങനെയാന്നൊക്കെ അതിന്റെ അകത്ത് കയറിയിട്ട് പറയും. ഇതാണ് നമ്മുടെ തോമസ് ബാറ്റ യൂണിവേഴ്സിറ്റിന്റെ ഫാക്കൽറ്റി ഓഫ് മാനേജ്മെന്റ് എക്കണോമിക്സ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. ഇദ്ദേഹമാണ് നമ്മുടെ തോമസ് ബാറ്റ എന്ന് പറഞ്ഞ ആള് ഒരു സ്റ്റാച്യു ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മളെ റിയാസ്ക പഠിക്കണത് കാര്യങ്ങള്. ഇന്റർനാഷണൽ സ്റ്റുഡൻസ്, റിയാസ്ക ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഇവിടെ ഒരുപാടുണ്ടോ? ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഒരുപാടുണ്ട്. നമ്മളെ ഇന്ത്യയിൽ കുറച്ച് ആൾക്കാർ കുറവാണ്, വളരെ കുറവാണ്. ഏത് രാജ്യത്താണ് കൂടുതലായിട്ട് ആൾക്കാർ വരുന്നത്? മീൻസ് ആഫ്രിക്ക. നമ്മള് ചെക്ക് അറബാണോ പഠിക്കണത് ക്ലാസ്? അതോ ചില ആൾക്കാർ, ചില ചെക്കാര് ഞങ്ങളുടെ കൂടെ തന്നെയാണ് പഠിക്കുക. മീൻസ് അവര് ഇംഗ്ലീഷിൽ കോഴ്സ് എടുക്കും. ചില ആൾക്കാർ മാത്രമേ ചെക്കില് മാസ്റ്റേഴ്സും അല്ലെങ്കിൽ. ഇതിന്റെ നേരെ അടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷൻ, എല്ലാ ആക്സസ് ഇവിടെ തന്നെയാണല്ലോ. ബസ് സ്റ്റോപ്പും റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളും എല്ലാം നടന്നു പോകാനല്ലേ. നമ്മൾ സെപ്പറേറ്റ് ബസ് റീചാർജും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒക്കെ ഡോമും കാര്യങ്ങളൊക്കെ എല്ലാം അടുത്താണ്. ഈ ഒരു സിറ്റി എന്ന് പറഞ്ഞാൽ ഈ തോമസ് ബാറ്റ യൂണിവേഴ്സിറ്റി റൗണ്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഏരിയ ആണ് മൊത്തം. യെസ്, ഓക്കെ. അപ്പൊ ഇതാണ് ഈ തോമസ് ബാറ്റന്റെ ഒരു മൊത്തത്തിലൊരു ഔട്ടർ. നമുക്ക് ഫാക്കൽറ്റിന്റെ അകത്ത് കയറിയിട്ടൊന്ന് നോക്കാം. ലിഫ്റ്റിൽ കയറി നേരെ നമ്മൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോ ഷാനിലുണ്ട്. അപ്പൊ ഇത് നമ്മുടെ തേർഡ് ഫ്ലോർ ആണ്. ഈ തേർഡ് ഫ്ലോറിൽ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ഉണ്ട്, പിന്നെ അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ്. ഇതിന് ഫോർത്ത് ഫ്ലോറിൽ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻസ് കാര്യങ്ങളൊക്കെ ഫോർത്ത് ഫ്ലോറിൽ വരുന്നത്. പിന്നെ ഇപ്പം നമുക്ക് ഫോർത്ത് ഫ്ലോറിൽ പോയിട്ട് ഓക്കെ. ഫോർത്ത് ഫ്ലോറിൽ ഇവിടെ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് പിന്നെ അങ്ങനെയുള്ള കോഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ആണ്. ഇത് രണ്ടുണ്ട്. നമുക്ക് PhD കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഏതിലാണോ ഫോക്കസ് ചെയ്യുന്നത്, ഫിനാൻസ് ആണോ അക്കൗണ്ടിങ് ആണോ? അതായത് ഇതൊക്കെ ഈ ഫാക്കൽറ്റി എക്കണോമിക്സിന്റെ കീഴിൽ തന്നെ കുറെ ഡിപ്പാർട്ട്മെന്റ്, അതൊക്കെ ഈ ബിൽഡിംഗിൽ പല ഫ്ലോറിൽ പല റൂമിലായിട്ടാണ് വരുന്നത്. ഇപ്പം നമ്മൾ നിലവിലുള്ളത് ഫിഫ്ത് ഫ്ലോറിൽ. ഇവിടെയാണ് നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റംസ് ഒക്കെ ഉള്ളത്. പിന്നെ നമ്മുടെ ഈ ലോജിസ്റ്റിക്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ് ക്ലാസ് കാര്യങ്ങളൊക്കെ. ആണോ പ്രാക്ടിക്കൽ സെക്ഷൻസ് ആണോ എന്താണ് കൂടുതലായിട്ട് അത് പിന്നെ കോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ എക്സാംസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ടഫ് ആണോ മൊത്തത്തിലൊരു? എക്സാംസും കാര്യങ്ങളൊക്കെ വെച്ചാൽ നമുക്ക് യൂഷ്വലി പിന്നെ അത് ഫാക്കൽറ്റി മാത്രമല്ല ഡിപ്പാർട്ട്മെന്റിനും പിന്നെ ഇത് ചെയ്യും. ഞാൻ പറഞ്ഞ ഇപ്പൊ നമ്മൾ നിലവിലുള്ളത് ഫാക്കൽറ്റി ഓഫ് മാനേജ്മെന്റ് ആൻഡ് എക്കണോമിക്സ് ആണ്. ഇതിലെ പല ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഈ മാർക്കറ്റിംഗ്, അതുപോലെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ ഫിനാൻസ്. അപ്പോൾ ഇതെല്ലാം മെയിൻ എക്സാമിന്റെ കാര്യത്തിൽ വരുമ്പോ ഇത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന് മാറി മാറി. എന്നാലും പൊതുവെ നാട്ടിനെ അപേക്ഷിച്ചിട്ട് എക്സാംസ് കൂടുതലും നമുക്ക് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് നൽകുക. ഓക്കെ, സ്റ്റേജ് ഫിഗറും കാര്യങ്ങളും ജസ്റ്റ് നമ്മൾ പിന്നെ ഒരു റിട്ടൺ എക്സാം ഇവിടെ നമ്മളിപ്പോ ഓരോ പ്രോജക്ട് വന്നു കഴിഞ്ഞാൽ അതിനെ കുറിച്ച് നമ്മൾ പിന്നെ പ്രസന്റേഷൻ അത് വളരെ നല്ല രീതിയിൽ അത് പിന്നെ നമ്മൾ ഈ സൂപ്പർവൈസർ കമന്റ് ചെയ്യും, ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും എന്താ പറയാ, നമുക്ക് ആ ഒരു ട്രാക്കിലേക്ക് വന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ മൊത്തം. നമ്മളൊരു പിന്നെ എന്താ പറയാ മോട്ടിവേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല.
നോക്കുമ്പോ ഇനിയിപ്പോ നിലവിൽ ജില്ല എന്ന് പറയുന്നത് പിന്നെ ഒരു പുതിയൊരു സിറ്റിയാണ്. അത് നിങ്ങൾ കണ്ടാൽ തന്നെ ഈ സിറ്റി പിന്നെ ബിൽഡ് ചെയ്തതിന്റെ അതിന്റെ ഒരു ഡിസൈൻ നിങ്ങൾ കണ്ടിട്ടുണ്ട്. കാരണം ആ ഒരു കളറും കാര്യങ്ങളൊക്കെ അല്ലെ അപ്പം പിന്നെ ഇതിന് അതിന്റേതായ ഒരു ഇതുണ്ട്. കാരണം ആ ബാറ്റ ടച്ച് എല്ലാ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ബിൽഡിങ്സിന്റെ ഒരു കളറും ആ ഒരു സ്ട്രക്ചറും ഒക്കെ നോക്കുമ്പോ കറക്റ്റ് നമുക്ക് അത് മനസ്സിലാവും. ഗൈസ് ഈ ഒരു ബിൽഡിങ്ങും ഇതിന്റെ ബാക്കിലുള്ള ബിൽഡിംഗ് ഉണ്ടോ, ഈ രണ്ട് ബിൽഡിങ്ങും പാടെ ഏതിന്റെയാണ് വരുന്നത് എന്ന് പറഞ്ഞ് ഫാക്കൽറ്റി ഓഫ് ഹ്യൂമാനിറ്റീസ്. അതിൽ വേറെ സബായിട്ട് ഒരുപാട് വേറെ സബ്ജക്റ്റുകൾ കാര്യങ്ങളുണ്ട്, ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. ഡിപ്പാർട്ട്മെന്റ്സ്. ഓക്കെ, അപ്പൊ ഇതാണ് ഫാക്കൽറ്റി ഓഫ് ഹ്യൂമാനിറ്റീസിന്റെ 2 ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ 6 ഫാക്കൽറ്റീസ് ഉണ്ട്. ഈ 6നും 6 ബ്ലോക്കായിട്ട് മാറ്റിയിട്ടുണ്ടാവും അല്ലെ. അത് വേറെ വേറെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. ഓക്കെ, എല്ലാം ഒരു നമ്മുടെ നാട്ടിലത്തെ പോലെ എല്ലാം ഓരോടത്തല്ല. എല്ലാം ജില്ലയിൽ തന്നെ പിന്നെ എല്ലാം നമുക്ക് ഈ പറഞ്ഞ പോലെ വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, വേറൊരു ഫാക്കൽറ്റിയാണ്. ഇതേതാണ് റിയാസ്ക ഫാക്കൽറ്റി? നമ്മളെ ഫാക്കൽറ്റി ഓഫ് മൾട്ടിമീഡിയ കമ്മ്യൂണിക്കേഷൻ. മൾട്ടിമീഡിയ കമ്മ്യൂണിക്കേഷന്റെ ഫാക്കൽറ്റിയാണ് ഇത് ഈ ബിൽഡിംഗിൽ വരുന്നത്. ഈ ബിൽഡിംഗ് ഒറ്റക്കാണോ അത് വേറെ ഇതിന്റെ വേറെ ആ ബിൽഡിംഗ് ഇത് വേറെ സെപ്പറേറ്റ് ബിൽഡിംഗ്, സെപ്പറേറ്റ് ഒറ്റ ബിൽഡിംഗ് ആണ്. ആ ഒരു ഫാക്കൽറ്റി വരുന്നതാണിത്. നമ്മളിവിടെ ജില്ലയിൽ എത്തിയിട്ടൊരു പ്രധാന സ്പോട്ടാണിത്. ഇതിന്റെ ടവറിന്റെ ഏറ്റവും മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ സില്ലിൻ സിറ്റി മൊത്തം നമുക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മൾ റിയാസ്ക പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇനി നേരെ ഇതിന്റെ മേലെ കയറിയിട്ടുള്ള ഷോട്ടുകൾ കാണാം. ഇതാണ് ടവർ, ഈ കാണുന്നതാണ് ടവർ. ഓക്കെ, ഒരു ബാറ്റ യൂണിവേഴ്സിറ്റി പല സെക്ഷൻ ആയിട്ടാണ് മാറിക്കുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് മാറ്റി ഇതൊക്കെ ആ കാണുന്ന ബിൽഡിങ്ങുകൾ മൊത്തം നമുക്ക് ബാറ്റ യൂണിവേഴ്സിറ്റിന്റെ ഓരോ ഫാക്കൽറ്റീസ് ആണ്. പല ഫാക്കൽറ്റീസ് ഉണ്ട്. ആ ഏരിയയിൽ കാണുന്നതൊക്കെ ഓരോ ഫാക്കൽറ്റീസ് ആണ്. ഇത് ബാറ്റ യൂണിവേഴ്സിറ്റിന്റെ ഫാക്കൽറ്റിയാണ്, ഇതൊരു ബാറ്റ യൂണിവേഴ്സിറ്റിന്റെ ഒരു ഫാക്കൽറ്റിയാണ്. ഇതൊക്കെ പലതും ആ കാണുന്നതൊക്കെ ഡിഫറെന്റ് ഫാക്കൽറ്റീസ് ആണ്. ഈ ഒരു സിറ്റി എന്ന് പറയുന്നത് തന്നെ ബാറ്റ യൂണിവേഴ്സിറ്റിന്റെ ഒരു സിറ്റി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഈ തോമസ് ബാറ്റ യൂണിവേഴ്സിറ്റിന്റെ ഫാക്കൽറ്റി ഓഫ് എക്കണോമിക്സ് ആൻഡ് മാനേജ്മെന്റിന്റെ കാര്യങ്ങൾ. ഫാക്കൽറ്റി ക്ലാസിന്റെ അകത്തൊന്നും കയറില്ല, കാരണം ഇന്ന് ഫ്രൈഡേ ആയത് കാരണം ഇവിടെ ലീവാണ്. അപ്പോൾ നമുക്ക് അത് വേറൊരു ദിവസം വന്നിട്ട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ വീഡിയോ കാണിക്കാം. നിങ്ങളെ അഭ്യർത്ഥന പ്രകാരം നമുക്ക് വേറെ ഫാക്കൽറ്റീസോ കാര്യങ്ങൾ കാണിക്കണമെങ്കിൽ അന്ന് അങ്ങനെയും കാണിക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്കിനി തുടരെ ഇതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, സീ യു നെക്സ്റ്റ് വീഡിയോ.